നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ചട്ടഞ്ചാലിൽ ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് അപകട ഭീഷണിയിലായ പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഒഴിഞ്ഞു. മണ്ണിടിച്ചിൽ ഭീതിയെ തുടർന്നാണ് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ റോഡിൽ വൻ ഗർത്തവും വിള്ളലും രൂപപ്പെട്ടിരുന്നു. കള്ളന്മാർ പിലിക്കോട് പഞ്ചായത്തിൽ വിലസുന്നു. പിലിക്കോട് മേൽമട്ടലായി ശിവക്ഷേത്രത്തിൽ ഓഫീസിന്റെ പൂട്ട് തകർത്ത് സ്വർണവും വെള്ളിയും 40,000-ഓളം രൂപയും കവർന്നു. ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിലെ ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്തും പണം കൊണ്ടുപോയി. കാസർഗോഡ് ജില്ലയിലെ 18 ആശാവർക്കർമാർക്ക് ഓണറേറിയം നൽകാത്തതിൽ പ്രതിഷേധം ശക്തം. കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് കാഞ്ഞങ്ങാട് NHM ഓഫീസിലേക്ക് പ്രതിഷേധ ധർണ നടത്തി. INTUC പ്രസിഡന്റ് PG ദേവ് ഉദ്ഘാടനം നിർവഹിച്ചു. കാതടുപ്പിക്കുന്ന ശബ്ദവുമായി ബൈക്കോടിക്കുന്നവർക്കെതിരെ കർശന നടപടിയുമായി ചന്ദേര പോലീസ്. വെടിപൊട്ടിക്കുന്ന ശബ്ദവും തീ പാറുന്നതുമായാൽ സൈലൻസറുകൾ പിടിപ്പിച്ച് റോഡിലിറങ്ങിയ ബൈക്കുകൾ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ 20 എണ്ണമാണ് പിടികൂടിയത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ചട്ടഞ്ചാലിൽ ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് അപകട ഭീഷണിയിലായ പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഒഴിഞ്ഞു. മണ്ണിടിച്ചിൽ ഭീതിയെ തുടർന്നാണ് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ റോഡിൽ വൻ ഗർത്തവും വിള്ളലും രൂപപ്പെട്ടിരുന്നു. ദേശീയപാത നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് അപകട ഭീഷണി ഉയർന്നതിനാൽ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഒഴിഞ്ഞു. ചട്ടഞ്ചാൽ മുതൽ ചെർക്കള വരെയുള്ള പ്രദേശത്ത് നിരവധി വീടുകൾ അപകട ഭീഷണിയിലാണ്. അശാസ്ത്രീയമായ രീതിയിലാണ് പലയിടങ്ങളിലും ദേശീയപാത നിർമ്മാണമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. ഈ പ്രദേശത്ത് നേരിടുന്ന ദുരിതം ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാൻ ഈ മഴവെള്ളം അതിന് കൃത്യമായി കൊണ്ടുപോകാൻ ഒരു സംവിധാനം ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ്. മറ്റെല്ലായിടത്തും സർവീസ് റോഡാക്കുന്നതിന് മുമ്പ് ഇതിന് ഡ്രെയിൻ സിസ്റ്റം ചെയ്തതിന് ശേഷമാണ് ഈ സർവീസ് റോഡിന്റെ കാര്യങ്ങളിലേക്ക്. പക്ഷെ ഇവിടെ സർവീസ് റോഡിന് യാതൊരു പ്രാധാന്യമില്ല. ഇവിടെ വെച്ച് സർവീസ് റോഡ് അവസാനിക്കുകയാണ്. ഇപ്പൊ ചട്ടഞ്ചാലിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ കൊടുക്കേണ്ടിയിരുന്നത് അത് തൂണിലുള്ള പാലമായിരുന്നു ഇവിടെ കൊടുക്കേണ്ടിയിരുന്നത്. അതിന് പകരം ഇവിടെ മണ്ണിന്റെ കട്ടിങ് എടുത്തതിന് ശേഷം മണ്ണിട്ട് ഉയർത്തിയിട്ട് ഓൾറെഡി കയറ്റം കയറി വരുന്ന വണ്ടി വീണ്ടും കയറ്റം കയറി പോകേണ്ട ഒരു അവസ്ഥ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് എത്ര കിലോമീറ്റർ പോലീസ് സ്റ്റേഷൻ അടക്കം അടങ്ങുന്ന ഈ പ്രദേശം എത്ര കിലോമീറ്ററിൽ ഇത് ദുരിതം നേരിടുന്നുണ്ട്? 7 കിലോമീറ്റർ നീളത്തിലുള്ള ചെർക്കള മുതൽ ചട്ടഞ്ചാല് വരെയുള്ള മുഴുവൻ പ്രദേശവാസികളും അവരെല്ലാം വീട്ടിലേക്കും അവരെ വളപ്പിലേക്കും എല്ലാം മഴവെള്ളം എന്ന് പറഞ്ഞാൽ പോലെ ചെളിവെള്ളം. ഇപ്പൊ തെക്കിലൊക്കെ സെപ്റ്റിക് ടാങ്കും കിണറും എല്ലാം ഒന്നായി പോയിട്ടുള്ള ഒരു അവസ്ഥ ഇപ്പോൾ നാട്ടിലുണ്ട്. ചട്ടഞ്ചാൽ മുതൽ ചെർക്കള വരെയുള്ള 7 കിലോമീറ്റർ പാതയിലാണ് അപകട ഭീഷണി. പാത നിർമ്മാണത്തിന്റെ ഭാഗമായി പലയിടങ്ങളിലും അശാസ്ത്രീയമായ രീതിയിൽ കുന്നിടിഞ്ഞ് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന് തന്നെ അപകട ഭീഷണി ഉയർത്തിയ സാഹചര്യത്തിലാണ് സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിച്ച പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ഒഴിയാൻ കാരണമായത്. കനത്ത മഴയിൽ ചെളിവെള്ളം കെട്ടിക്കിടന്ന സ്റ്റേഷൻ പരിസരത്തേക്ക് പോലീസ് വാഹനങ്ങളടക്കം കൊണ്ടുവരാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ഏതു സമയത്തും മണ്ണിടിഞ്ഞു വീഴാവുന്ന നിലയിലാണ് പ്രദേശം. കരാർ കമ്പനി പ്രദേശത്തെ ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ വിലയിരുത്തിയാണ് നിർമ്മാണങ്ങൾ നടത്തിവരുന്നതെന്ന് നാട്ടുകാരും ആരോപിച്ചു. ചട്ടഞ്ചാല് മേൽപ്പറമ്പ് റോഡ് പറഞ്ഞെങ്കിൽ ചട്ടഞ്ചാല് സ്കൂളിന്റെ മുമ്പിൽ കൂടി വന്ന റോഡാണ്. ഈ റോഡ് എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ അപ്പുറം ഒരു 5-6 സ്കൂളുണ്ട്. ഓരോ സ്കൂളിലും എത്ര കുട്ടികളുണ്ട്? 1000, 2000, 3000 കുട്ടികളുണ്ട്. അവർക്ക് ഓരോ സ്കൂളിനും 5, 10, 20 വാഹനങ്ങളുണ്ട്. ഇതെല്ലാം വന്നിട്ട് ചട്ടഞ്ചാൽ ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ ഇപ്പുറം കടക്കാനുള്ള ഒരു വഴിയില്ല. വഴി പിന്നെ പറഞ്ഞെങ്കിൽ ആർന്ന് ഇങ്ങോട്ടൊക്കെ തന്നെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ചെറുക്കളം പോയിട്ട് ചെറുക്കടത്ത് തിരിഞ്ഞിട്ട് വരുന്ന ബസ് അതൊരു 5-6 കിലോമീറ്റർ ഡിഫറൻസ് വരും. അപ്പോൾ എന്താ പറഞ്ഞെങ്കിൽ നമ്മൾ പിന്നെ ആർന്ന് അങ്ങോട്ടൊക്കെ തന്നെ പോയെങ്കിൽ ഒരു 500 മീറ്റർ പോയെങ്കിൽ അണ്ടർപാസേക്കിൽ എത്തും. അപ്പോൾ അത് 1 വേ എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ 1 വേക്കേ സൗകര്യമുള്ളൂ. അത് 2 വേ ആയിട്ട് കിട്ടണം. നല്ലൊരു സൗകര്യം, കുറച്ചും കൂടെ സ്ഥലം ഏറ്റെടുത്തിട്ട് വീതി കൂട്ടിയിട്ട് നല്ല തരത്തിലുള്ള റോഡാക്കണം. പിന്നെ ഞങ്ങൾ ആദ്യം ആവശ്യപ്പെട്ടില്ല, ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി ആക്കിയിട്ടുണ്ടെങ്കിൽ കാരണം നേരെ ഇങ്ങോട്ടേക്ക് ഒരു അണ്ടർ പാസേജ് തരണമെന്ന്. അത് ഞങ്ങൾക്ക് പറയാൻ പറയാന്നല്ലാതെ ആക്കി തരാൻ കഴിയില്ല. കാരണം ഈ കയറ്റം പോയിട്ട് പിന്നെയും കയറ്റം കൂട്ടേണ്ടി വരും. പിന്നെ കുന്നിൻ്റെ നീളം കൂട്ടുമ്പോൾ കുറേ ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് നടക്കാത്ത കാര്യങ്ങൾ. സ്കൂൾ കുട്ടികളടക്കം നടന്നു പോകുന്ന പ്രദേശത്ത് സർവീസ് റോഡ് ഇല്ലാത്തതും വലിയ ആശങ്ക ഉയർത്തുകയാണ്. മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള ഡ്രെയിനേജ് സംവിധാനം പലയിടങ്ങളിലുമില്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കള്ളന്മാർ പിലിക്കോട് പഞ്ചായത്തിൽ വിലസുന്നു. പിലിക്കോട് മേൽമട്ടലായി ശിവക്ഷേത്രത്തിൽ ഓഫീസിന്റെ പൂട്ട് തകർത്ത് സ്വർണവും വെള്ളിയും 40,000-ഓളം രൂപയും കവർന്നു.
ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിലെ ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്തും പണം കൊണ്ടുപോയി. ബുധനാഴ്ച പുലർച്ചെ ക്ഷേത്ര ജീവനക്കാർ എത്തിയപ്പോഴാണ് ഓഫീസിൽ കള്ളൻ കയറിയതായി അറിയുന്നത്. ഓഫീസിന്റെ വാതിലിലെ ഓടാമ്പൽ ഒടിച്ചാണ് വാതിൽ തുറന്നത്. കടലാസുകൾ വലിച്ചു വാരിയിടുകയും നിരീക്ഷണ ക്യാമറ തിരിച്ചു വയ്ക്കുകയും ചെയ്ത കള്ളൻ DVRന്റെ കേബിളുകൾ വലിച്ചിളക്കിയാണ് കവർച്ച നടത്തിയത്. ചന്ദിര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്ത്, SI കെ രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി അന്വേഷണം തുടങ്ങി. വഴിപാടായി ലഭിച്ച സ്വർണവും വിഗ്രഹത്തിൽ ചേർത്താൻ നിർമ്മിച്ച രൂപങ്ങളും ഉൾപ്പെടെ 3.5 പവൻ സ്വർണവും വെള്ളി രൂപങ്ങളും 40,000 രൂപയും ഉൾപ്പെടെ ഓഫീസിലെ അലമാര തകർത്താണ് കവർന്നത്. പിലിക്കോട് മേൽമട്ട്ള മഹാശിവ ക്ഷേത്രത്തിൽ ഇന്ന് കാലത്തെ 5:50 കൗണ്ടർ ജീവനക്കാരും മറ്റ് ജീവനക്കാരും ക്ഷേത്രത്തിൽ എത്തിയ സമയത്ത് ക്ഷേത്ര കൗണ്ടറിൻ്റെ പൂട്ട് പൊളിച്ച് വാതിൽ തുറന്നിട്ടതായി കാണാൻ സാധിച്ചു. ജീവനക്കാർ വല്ല നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ നോക്കിയപ്പോൾ ഷെൽഫ് തുറന്ന് അതിനകത്ത് സൂക്ഷിച്ച ക്യാഷും സ്വർണ്ണ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായിട്ട് മനസ്സിലായി. ക്ഷേത്രനടയിലെ കിഴക്കേ ഭണ്ഡാരം തകർത്ത് അതിനകത്തെ പണവും കവർന്നു. മഴ തുടങ്ങുമ്പോഴേക്കും പിലിക്കോട് കള്ളന്മാർ വിലസുകയാണ്. കഴിഞ്ഞ ദിവസമാണ് തൊട്ടടുത്ത ചന്ദിരയിലെ പ്രവാസി കെ സിദ്ദീഖ് ഹാജിയുടെ വീട്ടിൽ നിന്നും 22 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച നടത്തിയത്. വീട്ടുകാർ പുറത്തുപോയി 6 മണിക്കൂറിനുള്ളിലാണ് വീടിന്റെ വാതിൽ തകർത്ത് സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. അതേസമയം ക്ഷേത്രത്തിന്റെ ഓഫീസിലെ നിരീക്ഷണ ക്യാമറ തിരിച്ചുവെച്ച് നടത്തിയ കവർച്ചയിൽ കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയുടെ നേതൃത്വത്തിലാണെന്ന സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഉറമേസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാസർഗോഡ് ജില്ലയിലെ 18 ആശാവർക്കർമാർക്ക് ഓണറേറിയം നൽകാത്തതിൽ പ്രതിഷേധം ശക്തം. കേരള പ്രദേശ് ആശാവർക്കേഴ്സ് കോൺഗ്രസ് കാഞ്ഞങ്ങാട് NHM ഓഫീസിലേക്ക് പ്രതിഷേധ ധർണ നടത്തി. INTUC പ്രസിഡന്റ് PG ദേവ് ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് ജില്ലയിലെ 18 ആശാവർക്കർമാർക്ക് ഓണറേറിയം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് കേരള പ്രദേശ് ആശാവർക്കേഴ്സ് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് NHM ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. INTUC ജില്ലാ പ്രസിഡന്റ് PG ദേവ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. 7,000 രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് 7,000 കൊടുക്കുന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പുറത്ത് കയറി എന്ന് പ്രസംഗിച്ചു. എന്താണ് ഇവിടെ മുൻ ഗവൺമെന്റ് 1,000 കൊടുത്തത്, ഞങ്ങൾ 7,000 ആക്കി, അതുകൊണ്ട് ഞങ്ങൾ തൊഴിലാളികളെ വേണ്ടി നിൽക്കുന്ന ഒരു സർക്കാരാണ് എന്ന നിലയ്ക്ക് അവര് പറഞ്ഞു. സത്യം പറഞ്ഞാൽ 7,000-ന്റേതാണ് ഇപ്പൊ പ്രശ്നം. 7,000 രൂപ ഓണറേറിയം കിട്ടുമ്പോ ആ 7,000-ന് ഇപ്പോ പുതിയ നിർദ്ദേശങ്ങൾ വരുന്നു, പുതിയ നിബന്ധനകൾ വരുന്നു. 7,000 കിട്ടണമെങ്കിൽ ഇവിടെ പ്രസവിക്കുന്ന സ്ത്രീകൾ, ഗർഭിണികളായ സ്ത്രീകൾ, അവരുടെ കണക്കെടുക്കണം. അവരെ നിങ്ങളുടെ ഓരോരുത്തരെയും ഏരിയയിൽ അങ്ങനെ ഒരാളുടെ കണക്ക് കിട്ടിയില്ല എങ്കിൽ അവർക്ക് ഓണറേറിയം 500 അല്ലെങ്കിൽ 1,000 അല്ലേ? ആശാവർക്കേഴ്സ് ജില്ലാ പ്രസിഡന്റ് P. സിന്ധു അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി VV സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ആശാവർക്കേഴ്സ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. രേഖ ആമുഖ പ്രസംഗം നടത്തി. KP ബാലകൃഷ്ണൻ, KM ശ്രീധരൻ, PV ബാലകൃഷ്ണൻ, M. കുഞ്ഞികൃഷ്ണൻ, സിന്ധു വലിയപറമ്പ്, V. ഗോപാലൻ, വിമല കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രസന്നകുമാരി സ്വാഗതവും സുശീല കാഞ്ഞങ്ങാട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാതടുപ്പിക്കുന്ന ശബ്ദവുമായി ബൈക്കോടിക്കുന്നവർക്കെതിരെ കർശന നടപടിയുമായി ചന്ദിര പോലീസ്. വെടിപൊട്ടിക്കുന്ന ശബ്ദവും തീപാറുന്നതുമായ സൈലൻസറുകൾ പിടിപ്പിച്ച് റോഡിലിറങ്ങിയ ബൈക്കുകൾ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ 20 എണ്ണമാണ് പിടികൂടിയത്. വാഹനങ്ങളിൽ വളരെ ചെറിയ രൂപമാറ്റം വരുത്തിയാൽ പോലും 5,000-ന് മുകളിൽ പിഴ ചുമത്തുന്നതിന് നിയമമുള്ളത് ഉപയോഗപ്പെടുത്തി വരികയാണ് പോലീസ്. ഒന്നിൽ കൂടുതൽ രൂപമാറ്റങ്ങൾ വരുത്തിയവർക്ക് ഓരോന്നിനും 5,000 രൂപ വീതം ചുമത്തുന്നുണ്ട്. പൊതുറോഡിൽ ശബ്ദശല്യവും നാട്ടുകാർക്ക് അസ്വസ്ഥതയും ഉണ്ടാക്കുന്ന ഇത്തരം പ്രവണത കൈക്കൊള്ളുന്നവർക്കെതിരെ കർശന നടപടിയാണ് സ്വീകരിച്ചു വരുന്നത്. സ്കൂളുകൾ തുറന്നതിന്റെ പശ്ചാത്തലത്തിൽ വിവിധ ടൗണുകൾ കേന്ദ്രീകരിച്ച് വാഹന പരിശോധന കർശനമാക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുകയാണ്. പ്രായപൂർത്തിയാവാത്തവർ വാഹനമോടിച്ചാലും ലൈസൻസ് ഇല്ലാതെ കൗമാരക്കാരും യുവാക്കളും വാഹനമോടിച്ചാലും 500,000 രൂപ പിഴ ചുമത്തുന്നതിന് പുറമെ 25 വയസ്സ് പൂർത്തിയാവാതെ പിന്നീട് ലൈസൻസ് ലഭിക്കുകയില്ല. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്രവാസി
പ്രവാസി കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി കോവൽ അംഗൻവാടി പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് 30ഓളം കുട്ടികൾക്ക് കുടയും മധുര പലഹാരവും വിതരണം ചെയ്തു. പ്രവാസി കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി കോവൽ അംഗൻവാടി പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് 30ഓളം കുട്ടികൾക്ക് കുടയും മധുരപലഹാരവും വിതരണം ചെയ്തു. പ്രവാസി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ദിവാകരൻ കരിച്ചേരി കുട്ടികൾക്ക് കുടയും മധുരപലഹാരവും നൽകി ഉദ്ഘാടനം ചെയ്തു. വളരെയേറെ സന്തോഷം തോന്നുകയാണ്. നമുക്കറിയാം, ഇന്നലെയും ഇന്നുമായി നമ്മുടെ സ്കൂളുകളുടെ പ്രവേശന ഉത്സവമായിരുന്നു ഇന്നലെ. സംസ്ഥാനത്ത് വളരെയധികം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വളരെയധികം സന്തോഷത്തോടു കൂടിയായിരുന്നു ഇന്നലത്തെ പ്രവേശനോത്സവം. എല്ലാ ക്ലാസ് റൂമുകളും ഏകദേശം ഹൈടെക്കാക്കിക്കൊണ്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള നല്ലൊരു സൗകര്യം ഒരുക്കിക്കൊണ്ട് ഇന്നലെ ആ ഒരു പ്രവേശനോത്സവം നടന്നു. ഇവിടെ ദീർഘമായി പ്രസംഗിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് നമുക്കറിയാം. നമ്മുടെ പിഞ്ചു കുട്ടികൾ ഈ കോവൽ ഏരിയയിലുള്ള ഇന്നത്തെ ഈ അംഗൻവാടി പ്രവേശനോത്സവത്തിൽ എത്തിച്ചേർന്ന കുട്ടികളുടെ ഈ സന്തോഷം നമ്മൾ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഈ അംഗൻവാടി പ്രവേശന ഉത്സവം നടക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് KP ബാലകൃഷ്ണൻ അധ്യക്ഷനായി. ചടങ്ങിൽ KPPC സംസ്ഥാന സെക്രട്ടറി MPM ഷാഫി, KPPC ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ തെക്കേക്കര, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് M കുഞ്ഞികൃഷ്ണൻ, ഭാസ്കരൻ കല്ലഞ്ചിറ, ഷിഹാബ് പതിക്കാൽ, അഷ്റഫ് കടിക്കാൽ, നിയാസ് എന്നിവർ സംസാരിച്ചു. KPPC കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് K സ്വാഗതവും അംഗൻവാടി ടീച്ചർ യമുന V നന്ദിയും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അസുഖബാധിതനായ കപിലാഷിന് വേണ്ടി ദേവഗീതം ചാരിറ്റബിൾ ട്രസ്റ്റ് ഓർക്കസ്ട്ര കാരുണ്യ സംഗീത യാത്ര നടത്തി. കാഞ്ഞങ്ങാട് മുതൽ നീലേശ്വരം വഴി പരപ്പ വരെയാണ് സംഗീതയാത്ര നടത്തിയത്. അസുഖബാധിതനായ കപിലാഷിന് വേണ്ടി ദേവഗീതം ചാരിറ്റബിൾ ട്രസ്റ്റ് ഓർക്കസ്ട്ര കാരുണ്യ സംഗീതയാത്ര നടത്തി. കപിലാഷ് നായിക്ക് ഒരു കാരുണ്യ സംഗീത യാത്ര നടത്തിയാണ്. കപിലാഷ് നമ്മുടെ നാട്ടിൽ പോകണം, കുടുംബത്തിൽ പോകണം, സുഹൃത്തുക്കൾക്ക് പോകണം. അവൻ നഷ്ടപ്പെടാൻ പാടില്ല. ഒരു അപകടത്തെ തുടർന്ന് ഒരു സ്ട്രോക്കായിരിക്കുകയാണ്. ഒരുപാട് പൈസ ആവശ്യമുണ്ട്. അത് നിർദ്ധനായൊരു കുടുംബമാണ്. വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബമാണ്. ഒരു ലക്ഷ്യമില്ല. അവൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നേ പറ്റും. അതിനു വേണ്ടിയുള്ള ഒരു സമരമാണ്. കാഞ്ഞങ്ങാട് മുതൽ നീലേശ്വരം വഴി പരപ്പ വരെയാണ് സംഗീതയാത്ര. പ്രശസ്ത പാട്ടുകാരായ സുരേഷ് പള്ളിപ്പറ, പോലീസ് ഓഫീസർമാരായ രവീന്ദ്രൻ കൊട്ടോടി, പ്രദീപ് തൃക്കരിപ്പൂർ, ശശിധരൻ കോടോം, രതീഷ് കണ്ടടുക്കം എന്നിവരാണ് സംഗീതയാത്രയിൽ അണിനിരന്നത്. അന്തർ സംസ്ഥാന പാതയായ പാണത്തൂർ സുള്ളിയ റോഡിൽ കല്ലപ്പള്ളി പാടിക്കൊച്ചി ജംഗ്ഷനിൽ പാർശ്വഭിത്തി കെട്ടുന്നതിനായി മണ്ണെടുത്തതിന്റെ ഭാഗമായി ബസ് സർവീസ് ദുരിതപൂർണം. KSRTC പ്രൈവറ്റ് ബസ് സർവീസ് നടത്താൻ കഴിയാത്ത സ്ഥിതിയിലാണ് നിലവിലുള്ളത്. റോഡിന്റെ പാർശ്വഭിത്തി കെട്ടുന്നതിനായി മണ്ണെടുത്തതിന്റെ ഭാഗമായി റോഡിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടത് KSRTC ബസിനെയും പ്രൈവറ്റ് ബസിനെയും സർവീസ് നടത്താൻ കഴിയാതെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. റോഡ് മെയിന്റനൻസ് ഗ്രാന്റ് ഫണ്ടിൽ ഉൾപ്പെടുത്തി റോഡിന്റെ സ്റ്റേറ്റ് ഭിത്തി കെട്ടുന്നതിനായി 7.5 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ പ്രവൃത്തി സമയത്ത് തുടങ്ങാതെ മഴക്കാലത്തേക്ക് നീട്ടിവെച്ചത് കാരണം ഇപ്പോൾ വലിയ വാഹനങ്ങൾക്ക് അതുവഴി കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. സ്വകാര്യ ബസ് 2 ബസ് വെച്ചാണ് ഇപ്പോൾ ഓടുന്നത്. ഇതിൽ സ്കൂൾ വിദ്യാർത്ഥികളും ജോലിക്ക് പോകേണ്ട നാട്ടുകാരുമാണ് കൂടുതൽ ഈ ബസ്സുകളെ ആശ്രയിക്കുന്നത്. ഇതിനെതിരെ എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിച്ച് റോഡിന്റെ പണി പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഗതാഗത തടസ്സം ആളുകളെ വലയ്ക്കുന്നുവെന്നും മലനാട് വികസന സമിതി പ്രസിഡന്റ് പറഞ്ഞു. കാഞ്ഞങ്ങാട് നിന്നും പാണത്തൂർ വഴി സുള്ളിയ പോകുന്ന KSRTC ബസ് ഏകദേശം 5ഓളം ബസ്സുകൾ വർഷങ്ങളായി സർവീസ് നടത്തുന്നു. പാണത്തൂരിൽ നിന്നും സുള്ളിയ പോകുമ്പോൾ 20 കിലോമീറ്റർ ദൂരത്തിൽ പാടിക്കൊച്ചി എന്ന് പറയുന്നിടത്ത് ഈ കഴിഞ്ഞ മഴയിൽ
കലിങ്കിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുഴിയെടുത്തതിൻ്റെ അശാസ്ത്രീയതയിലൂടെ അവിടെ റോഡ് ഇടിഞ്ഞിരിക്കുകയാണ്. പ്രസ്തുത റോഡിലൂടെ പോകുന്ന KSRTC ബസ്സുകൾ നിർത്തലാക്കിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ മലയോര മേഖല ആശ്രയിക്കുന്ന സുള്യ പട്ടണമാണ്. അവിടെ മെഡിക്കൽ കോളേജും അതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടത്തുന്ന KVG കോളേജുകൾ, അത്രയും വിപുലമായ സൗകര്യങ്ങളുള്ള ആശുപത്രി സംവിധാനം ഉണ്ടായിട്ട് പോലും അവിടത്തേക്ക് പനത്തടി, കള്ളാർ, കോടോമ്പേളൂർ പഞ്ചായത്തുകളിൽ നിന്ന് അതേപോലെ തന്നെ ബളാൽ പഞ്ചായത്തു നിന്നും യാത്രാ സൗകര്യമില്ലാത്തത് വലിയ ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. KSRTC ബസ്സുകൾ ഇതുവഴി സർവീസ് നിർത്തിയിട്ട് നാളുകൾ ഏറെയായി. KSRTC ബസ്സും പ്രൈവറ്റ് ബസ്സും സർവീസ് നടത്താത്ത സാഹചര്യത്തിൽ വൻ ദുരിതമാണ് നാട്ടുകാർ നേരിടുന്നത്. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന സമ്മേളനം ജൂലൈ 21-22 തീയതികളിൽ കാസർഗോഡ് നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം ഫെഡറേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 21-22 തീയതികളിൽ കാസർഗോഡ് നടക്കുന്ന കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന സമ്മേളനത്തിന് സംഘാടക സമിതി രൂപീകരിച്ചു. കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സംഘാടക സമിതി യോഗം ഫെഡറേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി PK മുകുന്ദൻ സമ്മേളന നടത്തിപ്പ് സംബന്ധിച്ച് വിശദീകരിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി M സുമതി, CPM ഏരിയ കമ്മിറ്റി അംഗം TMA കരീം, ജില്ലാ കമ്മിറ്റി അംഗം KA മുഹമ്മദ് ഹനീഫ, A ഗോപാലൻ നായർ, K ഭാനുപ്രകാശ്, P ബാലകൃഷ്ണൻ, T നാരായണൻ, K രവീന്ദ്രൻ, P ശിവപ്രസാദ്, ഗിരികൃഷ്ണൻ, PV കുഞ്ഞമ്പു, P കൃഷ്ണൻ, A നാരായണൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി P മണിമോഹൻ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി AR ധന്യവാദ് നന്ദിയും പറഞ്ഞു. സംഘാടക സമിതി ഭാരവാഹികളായി മുഖ്യ രക്ഷാധികാരികളായി M രാജഗോപാലൻ MLA, അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA, KV കുഞ്ഞിരാമൻ, സാബു എബ്രഹാം, M സുമതി, സിജി മാത്യു എന്നിവരെയും, ചെയർമാനായി TK രാജൻ, വൈസ് ചെയർമാൻമാരായി KA മുഹമ്മദ് ഹനീഫ, TMA കരീം, T പ്രകാശൻ മാസ്റ്റർ, രാഘവൻ പാലായി, ദാമോദരൻ, അഡ്വക്കേറ്റ് AG നായർ, M ലളിത, ആസിഫ് കാക്കശ്ശേരി, P ബാലകൃഷ്ണൻ എന്നിവരെ തിരഞ്ഞെടുത്തു. കൺവീനറായി P മണിമോഹനെയും ജോയിന്റ് കൺവീനർമാരായി T നാരായണൻ, K രവീന്ദ്രൻ, ഗിരികൃഷ്ണൻ, MV ചന്ദ്രൻ, AR ധന്യവാദ്, അനിൽ ചെന്നിക്കര, S സുനിൽ, VP രാജീവൻ, മോഹൻകുമാർ പാടി, E കുഞ്ഞിരാമൻ എന്നിവരെയും യോഗം തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാർഷിക രംഗത്ത് അടിസ്ഥാന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കർഷകരുമായി ഗവേഷണ രംഗത്ത് സജീവമായ കൃഷി ശാസ്ത്രജ്ഞർ നടത്തിയ സംവാദം വേറിട്ടതായി വികസിത് കൃഷി സങ്കല്പ അഭിയാൻ ക്യാമ്പയിന്റെ ഭാഗമായി കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ നടന്ന സംവാദം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പാവ ഉദ്ഘാടനം ചെയ്തു. കൃഷിയിടത്തിലും പുറത്തും കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ അവർ ഉന്നയിക്കുകയും ശാസ്ത്രജ്ഞർ അതിനുള്ള നിയന്ത്രണ മാർഗങ്ങൾ അപ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. സംവാദത്തിൽ തെങ്ങിന്റെ കൂമ്പുചീയൽ രോഗം പടരുന്നത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇത് നിയന്ത്രിക്കുന്നതിന് കോപ്പർ ഓക്സി ക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതിനായി നിർദ്ദേശിക്കുകയും ചെയ്തു. വയലുകളിലും കുളങ്ങളിലും ആഫ്രിക്കൻ നൊച്ചിന്റെ വ്യാപനം തടയാനുള്ള മാർഗങ്ങളും ശാസ്ത്രജ്ഞർ പറഞ്ഞുകൊടുത്തു. കേബേജ്, പപ്പായ എന്നിവ ചെറു കഷണങ്ങളാക്കി ഇതിന്റെ ആക്രമണം രൂക്ഷമായ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കാനും അതിൽ ആകൃഷ്ടരായി വരുന്ന ഒച്ചുകളെ കൂട്ടത്തോടെ ശേഖരിച്ച് ഉപ്പുപയോഗിച്ച് നശിപ്പിക്കുന്നതിനായുള്ള നിർദ്ദേശം നൽകി. കൂടാതെ മെറ്റാൽഡിഹൈഡ് ചെറിയ കഷണങ്ങൾ പല സ്ഥലങ്ങളിലായി നിക്ഷേപിക്കാനും അവർ നിർദ്ദേശിച്ചു. തൃക്കരിപ്പൂർ CH ടൗൺ ഹാളിൽ നടന്ന കർഷക ശാസ്ത്രജ്ഞ സംവാദം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പാവ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കാർഷിക മേഖല അഭിവൃദ്ധിപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ മുഖ്യമായ ഉദ്ദേശം. എല്ലാവർക്കും അറിയാം, എല്ലാവരും കർഷകരാണ്. നമ്മളെല്ലാവരും പറയും കർഷകൻ എന്നാണ്. നമ്മുടെ തൊഴിലെന്ന് വെച്ചാൽ കർഷകനാണ്. റേഷൻ കാർഡിൽ നോക്കിയാൽ 90% കർഷകനാണ്, അല്ലെങ്കിൽ കൂലി. ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. എല്ലാവരും കർഷകൻ, കൂലി, ഇതേക്കും മറ്റൊന്നും അറിയില്ല. പക്ഷെ യഥാർത്ഥ കർഷകനാണ്. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ IT അധ്യക്ഷത വഹിച്ചു. സംവാദത്തിൽ കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രം ഹോർട്ടിക്കൾച്ചർ വിഭാഗത്തിലെ ഡോക്ടർ ബെഞ്ചമിൻ മാത്യു, തിരുവനന്തപുരം CTCRIയിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ സന്തോഷ് മിത്ര, എറണാകുളം CMFRIയിലെ ഡോക്ടർ MA പ്രദീപ്, COA അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ PK സജീഷ് എന്നീ ശാസ്ത്രജ്ഞരാണ് കർഷകരുമായി നേരിട്ട് സംവദിച്ചത്.
തൃക്കരിപ്പൂർ കൃഷി ഓഫീസർ എ രജിന, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി സതീശൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ചന്ദ്രമതി, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എം സൗദ, എ കെ ഹാഷിം, വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ എം കെ ഹാജി, പഞ്ചായത്ത് അംഗങ്ങളായ കെ വി രാധ, എം രജീഷ് ബാബു, ഇ ശശിധരൻ, എം ഷൈമ, ഫായിസ് ബീരിച്ചേരി, കെ എം ഫരീദ, കുടുംബശ്രീ അധ്യക്ഷ എം മാലതി എന്നിവർ സംസാരിച്ചു. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ദിനേശ് ബി.ഡി കിഴക്കുംകര മേഖല സംഗമവും പിരിയുന്നവർക്ക് യാത്രയയപ്പും നൽകി. വീണച്ചേരിയിലെ എ കെ ഷീല, കിഴക്കേ വെള്ളിക്കോത്തെ വി ദേവി, നോർത്ത് കോട്ടച്ചേരിയിലെ വി സതി എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. തൊഴിലാളികളിൽ നിന്നും ₹1 സംഭരിച്ച് ആരംഭിച്ച് ബീഡി വ്യവസായത്തോടൊപ്പം മാറിവരുന്ന സാഹചര്യത്തിൽ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വൈവിധ്യവൽക്കരണത്തിലൂടെ നിരവധി ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിച്ച് സാമൂഹിക മേഖലയിൽ കൃത്യമായി ഇടപെടൽ നടത്തുന്ന കേരള ദിനേശ് ബി.ഡിയുടെ കോട്ടച്ചേരി സഹകരണ സംഘത്തിന്റെ കീഴിലുള്ള കിഴക്കുംകര മേഖല തൊഴിൽ കേന്ദ്രത്തിലെ തൊഴിലാളികളുടെയും മുൻകാല തൊഴിലാളികളുടെയും സംഗമവും യാത്രയയപ്പും നടന്നു. നിലവിൽ തൊഴിൽ ചെയ്യുന്ന അംഗങ്ങളുടെയും മുൻകാലങ്ങളിൽ തൊഴിലെടുത്ത ആളുകളുടെയും കുടുംബാംഗങ്ങളുടെ സംഗമത്തോടൊപ്പം ദീർഘകാലത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന വെള്ളിക്കോത്ത് വീണച്ചേരിയിലെ എ കെ ഷീല, കിഴക്കേ വെള്ളിക്കോത്തെ വി ദേവി, നോർത്ത് കോട്ടച്ചേരിയിലെ പി വി സതി എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. പെൻഷൻ പറ്റി പിരിഞ്ഞു പോകുന്ന തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ നടപ്പിലാക്കുന്ന പെൻഷൻ പേയ്മെന്റ് ഓർഡർ സംവിധാനം കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്നും അവശത അനുഭവിക്കുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അധികാരികളുടെ ഭാഗത്തുനിന്നും ഇടപെടലുകൾ ഉണ്ടാക്കണമെന്നും സംഗമം ആവശ്യപ്പെട്ടു. കോട്ടച്ചേരി സഹകരണ സംഘം പ്രസിഡന്റ് പി കാരിമ്പു ഉദ്ഘാടനം ചെയ്ത് ഉപഹാരം നൽകി. ജോലി ചെയ്യുന്നത് 2000-ത്തിലധികം തൊഴിലാളികൾ ജോലി ചെയ്ത സ്ഥാപനത്തിൽ ഇപ്പോൾ തൊഴിലാളികൾ കുറഞ്ഞു വരികയാണ്. പൊതുവെ ഈ മേഖലയിൽ നിന്നും ആളുകൾ പിരിഞ്ഞു പോകുമ്പോൾ അവരെ ഒക്കെ തന്നെ യാത്രയാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ നടത്തി വരുന്നത്. അങ്ങനെ യാത്രയയപ്പ് നടത്തുമ്പോൾ അവർക്ക് പിരിഞ്ഞുപോയ തൊഴിലാളികൾ ഏകദേശം ഒരു 2020 ശേഷം പിരിഞ്ഞുപോയ തൊഴിലാളികളുടെ ഒക്കെ തന്നെ സഹായത്തോടെ അവരുടെ കൂടെ സഹായത്തോടെയാണ് നമ്മളിപ്പോൾ യാത്രയയപ്പ് എന്ന രീതിയിൽ സംഘടിപ്പിക്കുന്നത്. കെ വി രമ അധ്യക്ഷത വഹിച്ചു. സംഗമം സെക്രട്ടറി വി നിഖിൽ, കെ വി രാഘവൻ, പി പി തങ്കമണി, വി കാർത്യായനി, വി സുകുമാരൻ എന്നിവർ സംസാരിച്ചു. എൻ വി നളിനി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. UAE ചേരങ്കൈ ജമാഅത്ത് കമ്മിറ്റി നിർമ്മിച്ച ജമാഅത്ത് അപ്പാർട്ട്മെന്റ് ജമാഅത്ത് നിവാസികളുടെ സാന്നിധ്യത്തിൽ മഹല്ലിന് സമർപ്പിച്ചു. UAE കമ്മിറ്റി സീനിയർ ഉപദേശക അംഗം മമ്മു ഹാജി ഉദ്ഘാടനം ചെയ്തു. ചേരങ്കൈ മഹൽ നിവാസികളുടെ സ്വപ്ന പദ്ധതിയായ ചേരങ്കൈ ജമാഅത്ത് അപ്പാർട്ട്മെന്റ് ജമാഅത്ത് നിവാസികളുടെ സാന്നിധ്യത്തിൽ മഹലിന് സമർപ്പിച്ചു. UAE ചേരങ്കൈ ജമാഅത്ത് കമ്മിറ്റിയാണ് അപ്പാർട്ട്മെന്റ് നിർമ്മിച്ചു നൽകിയത്. ചേരങ്കൈ ജമാഅത്ത് ഖത്തീബ് ഉസ്താദ് ഹാജി സുലൈമാൻ ഫൈസിയുടെ പ്രാർത്ഥനയോടെ തുടക്കം കുറിച്ച ചടങ്ങ് UAE കമ്മിറ്റി സീനിയർ ഉപദേശക അംഗം മമ്മു ഹാജി ഉദ്ഘാടനം ചെയ്തു. ജമാഅത്ത് പ്രസിഡന്റ് അൻവർ ചേരങ്കൈ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ കാസർഗോഡ് ടൗൺ മസ്ജിദ് ഖത്തീബ് അബ്ദുൽ റസാഖ് അബ്രാരി പ്രൗഢഗംഭീരമായ അനുബന്ധ പ്രഭാഷണവും പ്രാർത്ഥനയും നടത്തി. ചടങ്ങിൽ ജമാഅത്ത് ട്രഷറർ CH സുലൈമാൻ, വൈസ് പ്രസിഡന്റ് ഷാജഹാൻ CM, സെക്രട്ടറി ഹാഷിം BH, UAE ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹനീഫ് കുഞ്ഞിപ്പ, UAE വൈസ് പ്രസിഡന്റ് അഷ്റഫ് CM, സദർ മുഅല്ലിം സൈനുദ്ദീൻ റസ്വി, മുഹസിൻ ബഷീർ മിസ്ബാഹി, കിളിർ മസ്ജിദ് ജനറൽ സെക്രട്ടറി ബഷീർ ചേരങ്കൈ, വാർഡ് മെമ്പർ റാഫി ഏരിയാൽ എന്നിവർ സംസാരിച്ചു. ചേരങ്കൈ ജമാഅത്ത് കമ്മിറ്റി പ്രതിനിധികളും UAE കമ്മിറ്റി പ്രതിനിധികളും മഹൽ അംഗങ്ങളും പരിപാടിയിൽ സംബന്ധിച്ചു. ജമാഅത്ത് ജനറൽ സെക്രട്ടറി സലാം ചേരങ്കൈ സ്വാഗതവും സെക്രട്ടറി ഹാരിസ് ബെദിരെ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. പള്ളോട്ട് അംഗൻവാടി പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ നടന്നു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന ഉദ്ഘാടനം ചെയ്തു. അജാനൂർ പഞ്ചായത്ത് 12ാം വാർഡ് മാവുങ്കാൽ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ നടന്നു. 15 കുട്ടികളും രക്ഷിതാക്കളും പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ കുറഞ്ഞെന്ന് പറയുന്നത് കുറവല്ല, നമ്മുടെ ഭാഗത്ത് കുട്ടികളുണ്ട്. എന്നുവെച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ എല്ലാ ഗവൺമെൻറ് സ്കൂളിൽ പ്രീ പ്രൈമറി തുടങ്ങി, അതുപോലെ തന്നെ LKG UKG അൺഎയ്ഡഡ് സ്കൂളിലും ഉണ്ട്. അപ്പോൾ നമ്മുടെ അംഗൻവാടിയിൽ 3 വയസ്സിൽ 4 വയസ്സ് മുട്ടാൻ വേണ്ടി കത്തും. 3 വയസ്സിൽ ഒരു 6-10 മാസം ആകുമ്പോഴത്തേക്കന്നെ കുട്ടികളെ നമ്മുടെ അംഗൻവാടിയിൽ നിന്ന് പറക്കി കൊണ്ടുപോകുന്നത്. മുമ്പെന്ന് വെച്ചാൽ അംഗൻവാടിയിൽ തന്നെ 3 വർഷം നമ്മൾ നിലനിർത്തിക്കൊണ്ടാണ് കുട്ടികളെ നിർത്തിയിട്ടുണ്ടായത്. ഇപ്പോൾ അതല്ല, 4 വർഷം ആകുമ്പോഴത്തേക്ക് 4 വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടികളെ മറ്റേ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ചേക്കേറുന്നുണ്ടാകുന്ന നമുക്ക് കുട്ടികൾ തീരെ അംഗൻവാടിക്ക്.
അംഗൻവാടി വെൽഫെയർ കമ്മിറ്റി പ്രസിഡന്റ് വി ബാലകൃഷ്ണൻ അധ്യക്ഷനായി. PY ബാലകൃഷ്ണൻ, P മുരളി, OK പുരുഷോത്തമൻ, N സുമതി എന്നിവർ സംസാരിച്ചു. അംഗൻവാടി താൽക്കാലിക വർക്ക് വിപിന സുഗേഷ് സ്വാഗതവും ഹെൽപ്പർ PV സരിത നന്ദിയും പറഞ്ഞു. കാലിക്കടവ് ക്ലബ്ബ് പുതിയ കുട്ടികൾക്ക് കുടയും, മഹിളാ അസോസിയേഷൻ കാലിക്കടവ് യൂണിറ്റ് ക്രയോൺസ് എന്നിവ നൽകുകയും ഉദയം 1 സൂര്യോദയ ക്ലബ്ബ് അംഗൻവാടി അലങ്കരിക്കുകയും ചെയ്തു. മധുരപലഹാര വിതരണം, പ്രവേശനോത്സവ റാലി, വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലോക പരിസ്ഥിതി ദിനം കാസർഗോഡ് മിൽമ ഡയറി വിവിധ പരിപാടികളോടെ ആചരിച്ചു. പ്രശസ്ത പരിസ്ഥിതി പരിപാലകൻ അബ്ദുൽ കരീം പരപ്പ മുഖ്യാതിഥിയായി. ലോക പരിസ്ഥിതി ദിനാചരണങ്ങൾക്ക് ഹരിതാപമായ തുടക്കം കുറിച്ച് കാസർഗോഡ് മിൽമ ഡയറിയിൽ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിസ്ഥിതി രംഗത്ത് സമഗ്രമായ സംഭാവനകളും നിരവധി പുരസ്കാരങ്ങളും ലഭിച്ച പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ അബ്ദുൽ കരീം പരപ്പ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അപ്പൊ അതെല്ലാം വെറുതെ വേസ്റ്റാക്കുന്നതാണ്. കളി വേണം, എന്റർടൈൻമെന്റ് വേണം, പാട്ട് കേൾക്കണം, പിന്നെ കുറച്ച് ഇതെല്ലാം വേണം, ഉല്ലാസെല്ലാം വേണം. പക്ഷേ അതിനോട് പ്രകൃതി സംരക്ഷണമാണ് മെയിൻ. നമ്മൾ താമസിക്കുന്ന ഭൂമിയിലൊക്കെ നമ്മളില്ലല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു, പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് സ്കൂൾ ഓഫ് പകൽ ഗീതന്റെ അവാർഡ് എനിക്കായിരുന്നു 2011 സ്കൂൾ ഓഫ് ഭഗവത്ഗീത. അന്ന് കാഞ്ചി കാഞ്ചിയിലെ ഒരവാർഡ് എന്നത് പിന്നെ അൽഗോറിന്റെ കൂടെ നോബൽ പീസ് കിട്ടിയ പച്ചോയിച്ചു. നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ജീവജാലങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാണെന്നും പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതും വരും തലമുറയ്ക്ക് വേണ്ടി കാത്തുസൂക്ഷിക്കേണ്ടതും എല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്നും അബ്ദുൽ കരീം പറഞ്ഞു. ഭഗവത്ഗീത, ബൈബിൾ, ഖുർആൻ തുടങ്ങിയ എല്ലാ വിശുദ്ധ മതഗ്രന്ഥങ്ങളിലും പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടെന്നും ഈ ഭൂമി എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. മിൽമ കാസർഗോഡ് ഡയറി മാനേജർ UT വർഗീസ് അധ്യക്ഷനായി. യൂണിയൻ ഭാരവാഹികളായ C രാഘവൻ, CITU, K തമ്പാൻ, INTUC എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു. മാർക്കറ്റിംഗ് ഓഫീസർ ആശിഷ് ഉണ്ണി സ്വാഗതവും അസിസ്റ്റന്റ് HRD ഓഫീസർ വികാസ് ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് അബ്ദുൽ കരീമിന്റെ നേതൃത്വത്തിൽ വിവിധ ഇനം ചെടികളും വൃക്ഷത്തൈകളും ഡയറി കോമ്പൗണ്ടിൽ നട്ടുപിടിപ്പിച്ചു. ബദിയടുക്ക സെന്റ് മേരീസ് ചർച്ച് വനിതാവേദി പ്രവർത്തകരും പടന്നക്കാട് കാർഷിക കോളേജ് വിദ്യാർത്ഥികളും ഡയറി ജീവനക്കാരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ചട്ടഞ്ചാലിൽ ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് അപകട ഭീഷണിയിലായ പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഒഴിഞ്ഞു. മണ്ണിടിച്ചിൽ ഭീതിയെ തുടർന്നാണ് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ റോഡിൽ വൻ ഗർത്തവും വിള്ളലും രൂപപ്പെട്ടിരുന്നു. കള്ളന്മാർ പിലിക്കോട് പഞ്ചായത്തിൽ വിലസുന്നു. പിലിക്കോട് മേൽമട്ടലായി ശിവക്ഷേത്രത്തിൽ ഓഫീസിന്റെ പൂട്ട് തകർത്ത് സ്വർണവും വെള്ളിയും 40,000-ഓളം രൂപയും കവർന്നു. ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിലെ ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്തും പണം കൊണ്ടുപോയി. കാസർഗോഡ് ജില്ലയിലെ 18 ആശാവർക്കർമാർക്ക് ഓണറേറിയം നൽകാത്തതിൽ പ്രതിഷേധം ശക്തം. കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് കാഞ്ഞങ്ങാട് NHM ഓഫീസിലേക്ക് പ്രതിഷേധ ധർണ നടത്തി. INTUC പ്രസിഡന്റ് PG ദേവ് ഉദ്ഘാടനം നിർവഹിച്ചു. കാതടുപ്പിക്കുന്ന ശബ്ദവുമായി ബൈക്കോടിക്കുന്നവർക്കെതിരെ കർശന നടപടിയുമായി ചന്ദേര പോലീസ്. വെടിപൊട്ടിക്കുന്ന ശബ്ദവും തീ പാറുന്നതുമായാൽ സൈലൻസറുകൾ പിടിപ്പിച്ച് റോഡിലിറങ്ങിയ ബൈക്കുകൾ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ 20 എണ്ണമാണ് പിടികൂടിയത്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.